കൈജു നമ്പർ 8 ജോയിനിങ് അപ്പ് എന്നു പേരുള്ള 5ാം എപ്പിസോഡ് എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. കാഫ്ക ഫുള്ള് ബഹളം. എനിക്കിത് സഹിക്കാൻ മേല. പേടിയാവുന്നേ. ഇതെല്ലാം നീ കാരണമാ. നീ എന്നെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. ഞാൻ ആശുപത്രി വെച്ച് നേരെ തിരിച്ചല്ലേ പറഞ്ഞേ. എന്തൊക്കെ ആയിരുന്നു ഡയലോഗ്. അപ്പോൾ ക്ലീനിങ് കമ്പനിയുടെ മാനേജർ വന്ന് പറഞ്ഞു, നിങ്ങൾക്കിരുവർക്കും കത്ത് വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, 3-ൽ തുറക്കാം. എന്താണെങ്കിലും ഇതാണ് എൻ്റെ അവസാന ചാൻസ്. ഞാൻ പോകുന്ന ഈ വഴി അവളുടെ അടുത്തുവരെ എത്തിക്കുമോ? അവർ കത്ത് തുറന്നു നോക്കി. കത്ത് കണ്ടവന് വിശ്വസിക്കാനായില്ല. ഡിഫൻസ് ഫോഴ്സിന്റെ സെന്ററിൽ എക്സാം ജയിച്ചവരെല്ലാം ഡിഫൻസ് ഫോഴ്സിന്റെ സെന്ററിൽ ഒത്തുകൂടി. യോ, നീ പാസ്സാകുമെന്ന് തോന്നിയായിരുന്നു. നീയും. ഇവിടെ വലിയ സർപ്രൈസ് ഒന്നും തോന്നുന്നില്ല. ഷിനോമിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പുള്ളിയെ കാണുന്നില്ലല്ലോ എന്ന് ഹാറുവിച്ചി പറഞ്ഞു. അങ്ങേര് പാസ്സാകണമെന്ന് നിനക്കുണ്ടായിരുന്നു? ആവുകയെ ചോദിച്ചു. അപ്പോൾ ഷിനോമിയ കിക്രു ആ ഹാളിലേക്ക് വന്നു. അവള് ഹാപ്പി ആയിരുന്നു. ഷിനോമിയ ആയിരുന്നു ആ കൂട്ടത്തിലെ ടോപ്പ് സ്കോറർ. അവളാണ് ഓത്തും കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റിന് മുമ്പ് ഞാൻ ഫസ്റ്റ് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമെന്നാണ് തോന്നുന്നത് എന്ന് ഹാരുവിച്ച് പറഞ്ഞു. ഫിറ്റ്നസ് എക്സാമിൽ ഞാനായിരുന്നു ഫസ്റ്റ്. നീ എന്നാലും ഇനി മുതൽ നമ്പർ 2 വേണ്ടി നോക്കിക്കോ. 1ാം സ്ഥാനമാണ് എന്റെ ലക്ഷ്യം, ആവുകയെ പറഞ്ഞു. അപ്പോൾ ഇഹാറു റെനോയുമായി കൂട്ടിമുട്ടി. നീ ആ പ്രായമുള്ള പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ? ഇഹാറു ചോദിച്ചു. ഞാൻ ഇച്ചിക്കാവ റെനോ സ്വയം പരിചയപ്പെടുത്തി. സോറി, പേരോർത്തു വെക്കുന്ന കാര്യത്തിൽ ഞാൻ ഇച്ചിരി തോൽവിയാണ്. എന്നാണേലും ഞാൻ ഫുർഹാഷി ഇഹാറു. കണ്ടതിൽ സന്തോഷം ഫുർഹാഷി സാൻ. ഇഹാരു എന്ന് വിളിച്ചാൽ മതി റെനോ. അവർ കൈ കൊടുത്തു. ആ വയസ്സനെവിടെ കിട്ടിയില്ലേ? അപ്പോൾ സെംപായി. സെറിമണി തുടങ്ങി. കൊനോമി ഓക്കനോഗി ക്യാപ്റ്റൻ മിന അഷിറോയെ വേദിയിലേക്ക് ക്ഷണിച്ചു. മീന വേദിയിലേക്ക് വന്നപ്പോൾ മിക്കവരും എക്സൈറ്റഡ് ആയിരുന്നു. ഇൻഡക്ഷൻ സെറിമണി ആരംഭിക്കുന്നു. പുതിയ ക്ലാസ്സിന് വേണ്ടി ഷിനോമിയ കിക്രു സംസാരിക്കും. കിക്രു വേദിയിൽ ചെന്നു. അവൾ മീനയുടെ മുന്നിൽ നിന്നു. ഈ നിമിഷം മുതൽ നിങ്ങൾ 27 പേരും ഡിഫൻസ് ഫോഴ്സിലെ ഓഫീസേഴ്സാണ്. ഞങ്ങൾ 27 പേരെയും മുൻനിർത്തി ഞാൻ ഷിനോമിയ കിക്രു ഹേതുവിന് വേണ്ടി ജീവൻ മുൻനിർത്തിയും പോരാടുമെന്ന് സത്യം ചെയ്യുന്നു. എക്സാമിന് ശേഷമുണ്ടായ സംഭവത്തിൽ നീ ഒത്തിരി സഹായിച്ചു. നീ കാരണം അപകടങ്ങൾ ഒഴിവായി. നിനക്കെന്റെ നന്ദി. എന്നാൽ കിക്രു മ്ലാനമായി. ഞാനല്ല അവയെ തോൽപ്പിച്ചത്. ഹിബിനോ കാഫ്ക, താനാണ് ഈ വാക്കുകൾ കേൾക്കേണ്ടത്. പിന്നെ നീ എന്താ ഇവിടെ ഇല്ലാത്തത്? എന്റെ ജീവൻ രക്ഷിച്ചു എന്ന ധിക്കാരവും പോരാഞ്ഞിട്ട് ഞാനൊരു കൊച്ചു കുട്ടിയാണെന്ന് കരുതി എന്നെക്കുറിച്ച് പേടിക്കുന്നു. എന്താ അപമാനകരം. ആ കൈജു രൂപത്തെക്കുറിച്ച് എനിക്ക് തന്റെ പക്കൽ നിന്ന് ഉത്തരവും കിട്ടണം. താൻ ചുമ്മാതെ അങ്ങ് അപ്രത്യക്ഷനാകാൻ ഞാൻ അനുവദിക്കില്ല. പെട്ടെന്ന് വാതിൽ തുറന്നു. സോറി, ഇടയ്ക്ക് കയറി വന്നതിൽ സോറി. കാഫ്ക അപ്പോഴാണ് കയറി വരുന്നത്. എല്ലാവരും കാഫ്കയെ ശ്രദ്ധിച്ചു. എക്സാമിനി നമ്പർ 2032 ഹിബിനോ കാഫ്ക ഫെയിൽഡ്. ഫിറ്റ്നസ് എക്സാമിൽ ഏറ്റവും കുറഞ്ഞ മാർക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 0 ലഭിച്ച ഇയാൾക്ക് പ്രത്യേകതകൾ ഒന്നും തന്നെയില്ല, കൊനോമി പറഞ്ഞു. ശരിയാ. അപ്പോൾ മീന എന്തോ പറയാൻ പോയി. എന്നാൽ ഹോഷിന് ഇടയ്ക്ക് കയറി ഞാൻ ഇയാളെ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. ശരാശരിയിലും താഴെയാണ് ഇയാളുടെ മാർക്ക് എന്നത് ശരിയാണ്. ഒരു ഓഫീസർ ആകാനുള്ള ഗുണങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷെ കഴിഞ്ഞ എക്സാമിൽ നടന്ന യഥാർത്ഥ പോരാട്ടത്തിൽ ശത്രുവിന്റെ വീക്ക് പോയിന്റ്സ് കണ്ടെത്താൻ ഇയാൾക്ക് കഴിഞ്ഞു. പിന്നെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിലും സ്വന്തം കീഴ്ക്കൗണ്ട് നോക്കാതെ ബാക്കിയുള്ളവർക്ക് മുൻഗണന കൊടുത്തും ഇയാൾ സഹായകരമായിരുന്നു. ഇതിനൊക്കെ കഴിവുള്ള അധികം ആളുകളില്ല. അതിനെല്ലാം ഉപരി പുള്ളി അന്യായ കോമഡിയാണ്. ഒരു ഫുൾ റാങ്കിലേക്ക് ഇയാളെ നമ്മൾ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഹിബിനോ കാഫ്കയെ ഞാൻ എന്റെ പ്ലട്ടൂണിലേക്ക് സ്വീകരിച്ച് കുറച്ചുകൂടി ട്രെയിനിങ് കൊടുക്കാൻ തയ്യാറാണ്, ഹോഷിന പറഞ്ഞു. ഇയാളൊരു കേഡറ്റായിട്ടാണ് എൻറോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഡക്ഷൻ സെറിമണിയിൽ ഞാൻ ഇയാളെ ഉൾക്കൊള്ളിക്കാഞ്ഞത്, മീന പറഞ്ഞു. കേട്ടതിൽ സന്തോഷം ഹിബിനോ കാഫ്ക. എനിക്ക് തെറ്റിയില്ല. പുള്ളി പാസ്സായി. കേഡറ്റായിട്ടോ? അതെന്താ? ഇനി എല്ലാവരോടും 2 വാക്ക് പറയാൻ ക്യാപ്റ്റൻ അഷിറോയെ ക്ഷണിക്കുന്നു, ഹോഷിന പറഞ്ഞു. നിങ്ങളെല്ലാവരും ഡിഫൻസ് ഫോഴ്സിൽ ചേരാൻ താല്പര്യം കാണിച്ചതിലും കഠിനമേറിയ പരീക്ഷ പാസ്സായതിലും ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് എന്നെ നന്ദി. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് സാധാരണയിലും പല മടങ്ങ് ഫോർട്ടിറ്റ്യൂഡുകളുള്ള കൈജുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ചത്ത കൈജു തിരികെ ജീവനോടെ വന്ന സംഭവവും നമ്മൾ കണ്ടു. നിങ്ങളുടെ ഇനിയുള്ള ദൗത്യങ്ങൾ വളരെ അപകടകരമായിരിക്കും. നിങ്ങളിൽ ചിലർ ആദ്യത്തെ മിഷനിൽ തന്നെ മരിച്ചെന്നും വരാം. നിങ്ങൾ അതിജീവിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. എന്നിരുന്നാലും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവൻ എന്നെ വിശ്വസിച്ചേൽപ്പിക്കണം. ഒരേ സമയം നിങ്ങളുടെ എല്ലാം തലയ്ക്കൽ തന്നെ ഒരു കവചമായും വാളായും ഞാൻ പ്രവർത്തിക്കുമെന്ന് സത്യം ചെയ്യുന്നു. ഞാൻ വൈകാതെ നിന്റെ ഒപ്പം തന്നെ നിൽക്കും, മീന, കാഫ്ക ഉറക്കെ പറഞ്ഞു. ഇതെന്തുകൊണ്ടാ ഇങ്ങനെ വട്ടായോ? ക്യാപ്റ്റൻ അഷുറായ പേരെടുത്ത് വിളിക്കുന്നു. അയ്യോ, പാവം മനസ്സിലാണെന്ന് വിചാരിച്ച് ഉറക്കെ പറഞ്ഞുപോയി.
ഹിബിനോ കാഫ്ക, നീ ഊഴം തെറ്റി സംസാരിക്കുകയും സുപ്പീരിയർ ഓഫീസേഴ്സിനെ അനാദരിക്കുകയും ചെയ്തു. ഒരു 100 പുഷപ്പ് പണിഷ്മെന്റായി ചെയ്യൂ എന്ന് മീന പറഞ്ഞു. അയ്യോ, ഞാനത് ഉറക്കെ പറയാൻ വിചാരിച്ചതല്ലേ. ഓശനായിരുന്നു പൊട്ടിച്ചിരിച്ചു. പുള്ളി പണി തുടങ്ങി. എന്നാൽ മീന ഒന്നും മിണ്ടാതെ വേദിയിൽ നിന്നും പോയി. പുള്ളിക്കാരി ഇപ്പൊ ചിരിച്ചായിരുന്നു. ഇവൻ വന്നതേ ഉള്ളൂ, അപ്പോഴേ കോമഡി കളിക്കാൻ തുടങ്ങിയോ എന്ന് നോക്കി. ആ ശരിയാ, പക്ഷെ ഈ സ്ഥലം ചില സമയങ്ങളിൽ ഭയങ്കര ശോകമാണ്. ഇതുപോലെ ഒരാളെ നമ്മൾക്ക് ആവശ്യമാണ്. പക്ഷേ ഇത് കഥയുടെ പകുതിയേ ഉള്ളൂ. ചത്ത കൈജു തിരികെ വരാൻ തുടങ്ങിയപ്പോൾ 9.8 ഫോർട്ടിറ്റ്യൂഡുള്ള ഒരു കൈജുവിന്റെ സിഗ്നൽ കിട്ടി. അടിച്ചുപോയ സെൻസർ കാരണമെന്നാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ ആ സമയം തന്നെ ഒരാളുടെ വൈറ്റൽ സിഗ്നൽസ് നിന്നു. ഹിബിനോ കാഫ്ക, ഇവന്റെ സ്യൂട്ട് ആപ്റ്റിറ്റ്യൂഡ് 0 ആയത് മാത്രമല്ല, ഇയാൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഇവനെ അടുത്ത് നിരീക്ഷിച്ചുകൊണ്ട് അതെന്താണെന്ന് ഞാൻ കണ്ടെത്തും. കാഫ്ക കഷ്ടപ്പെട്ട് 100 പുഷപ്പ് എടുത്ത് തളർന്ന് വീണു. ബാക്കിയുള്ളവർ ഭയങ്കര കയ്യടി, പ്രോത്സാഹനം. അപ്പോൾ കാഫ്കയെ കിക്കറ് വിളിച്ചു. എന്റെ കൂടെ വാ, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് അവള് പറഞ്ഞു. എന്താ, ഇവിടെ വെച്ച് സംസാരിച്ചാ പോരെ? പക്ഷെ ഇവിടെ വെച്ച് സംസാരിച്ചാല് എന്താ പ്രണയം തുറന്ന് പറയാനാണോ എന്ന് ചോദിച്ച് ഇഹാറ് കളിയാക്കി. വെളിയിലുള്ള ഒരു റെസ്റ്റോറന്റിൽ കിക്കറുവിന് കേട്ടത് വിശ്വസിക്കാനായില്ല. താനൊരു കൈജുവിനെ കഴിച്ചപ്പോ കൈജുവായി മാറിയെന്നോ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. താനപ്പോ അത്രയും പട്ടിണിയിലാണോ? മനഃപൂർവ്വം തിന്നതല്ല, രണ്ടിനും ഭയങ്കര വോളിയമാണെന്ന് റെനോ പറഞ്ഞു. നമുക്ക് ഈ കാര്യം ഡിഫൻസ് ഫോഴ്സിനോട് അങ്ങ് പറഞ്ഞാലോ? അവര് ചിലപ്പോ എന്നെ ഭേദപ്പെടുത്തിയാലോ? കാഫ്ക ചോദിച്ചു. ഒരിക്കലുമില്ല. തന്നെ അപ്പ തന്നെ കൊന്നില്ലേലും എല്ലാ ദിവസവും നീ നിരീക്ഷണത്തിലും പരീക്ഷണത്തിലും ഒക്കെ ആയിരിക്കും. നിനക്കൊരിക്കലും ഡിഫൻസ് ഫോഴ്സ് ഓഫീസർ ആകാൻ സാധിക്കില്ല. ശരിക്കും? നമ്പർ കിട്ടത്തക്ക ശക്തനായ ഒരു കൈജീവനെ കിട്ടിയാല് ഞാൻ കേട്ടത് അതിന്റെ ശരീരം കൊണ്ട് സ്പെഷ്യൽ വെപ്പണുകൾ ഉണ്ടാക്കുമെന്നാണ്. നിനക്ക് വരെ സംഭവിക്കാം. കാഫ്ക ആകെ പേടിച്ചു പോയി. കിക്കറു, പ്ലീസ് പ്ലീസ്, ഇത് നമ്മുടെ മാത്രം രഹസ്യമായി സൂക്ഷിക്കണേ. ഈ ചേട്ടന്റെ ജീവൻ രക്ഷിക്കൂ. മനസ്സിലായി, താൻ എന്നെ രക്ഷിച്ചത് കൊണ്ട് മാത്രം ഞാനിത് ഇപ്പൊ ആരോടും പറയില്ല. പക്ഷേ അതിന് പകരമായി മനുഷ്യവംശത്തിന് നാശം വിതയ്ക്കുന്ന കൈജീവാണ് താനെന്ന് ഞാൻ കണ്ടുപിടിച്ചാല് തന്നെ ഞാൻ കൊന്നിരിക്കും. റെനോ ഒന്ന് ഞെട്ടി. എന്നാൽ അങ്ങനെ നടന്നാല് നീയാണ് എന്റെ പ്രതീക്ഷ, കാഫ്ക പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡിഫൻസ് ഫോഴ്സ് ട്രെയിനിങ് റെനോയുടെ ട്രെയിനിങ് എക്സസൈസ് ആയിരുന്നു. അവൻ പഠിച്ച പുതിയ അറിവുകൾ തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് ടാർഗറ്റുകൾ വെടിവെച്ചിട്ടു. ഇച്ചിക്കാവ റെനോ, ഫയർ ട്രെയിനിങ് എക്സസൈസ് കംപ്ലീറ്റ്. ടൈം 2:35. എസ്റ്റിമേറ്റഡ് അൺലീഷ്ഡ് കോമ്പാറ്റ് പവർ 18%. ചിലർക്ക് അത് കേട്ട അത്ഭുതം. റെനോയുടെ കോമ്പാറ്റ് പവർ 8% നിന്നും 18% ഉയർന്നിരുന്നു. റെനോ തന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓ കൊള്ളാം, കുറച്ച് സമയം കൊണ്ട് അവൻ ഇത്രയും വളർന്നല്ലോ. ഓഷനെ ഓർത്തു. റെനോയുടെ പേഴ്സണൽ റെക്കോർഡ് പൊട്ടിക്കാൻ ഇഹാറുവും കുതിച്ചു. അവനും ആരുടെയും പിറകിലാകണമെന്നില്ല. ഇഹാറുവിന് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ടൈം 2:15. എസ്റ്റിമേറ്റഡ് അൺലീഷ്ഡ് കോമ്പാറ്റ് പവർ 20%. ഞാൻ ജയിച്ചു. ഒത്തിരി പൊങ്ങണ്ട കേട്ടോ റെനോ. അതിന് ഞാനെന്ത് ചെയ്തു? അപ്പോൾ ഷിനോമിയ കിക്കറു, ടൈം ടേക്കൺ 1:16. എസ്റ്റിമേറ്റഡ് അൺലീഷ്ഡ് കോമ്പാറ്റ് പവർ 55%. പോരല്ലോ പിള്ളാരെ, രണ്ടുപേരുടെ മാർക്ക് കൂട്ടിയാലും എന്റേതില് മോശമാണല്ലോ. കിക്കറു അവന്മാരെ കളിയാക്കി. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഇവള് കാരണം എവിടെയും എത്തിയില്ലെന്ന് തോന്നുവാണല്ലോ, ഹാരുവിച്ചി പറഞ്ഞുപോയി. എന്നെക്കാളും മികച്ചവരെ ഓർത്ത് കളയാൻ നിനക്ക് സമയമുണ്ടോ ഹാരുവിച്ചി? എന്റെ കോമ്പാറ്റ് പവർ നിന്റെ അത്രയും തന്നെയായി, അവോയി പറഞ്ഞു. മുകളിലുള്ളവരെ താഴെയുള്ളവരെ ഒരുപോലെ പേടിക്കണമല്ലോ ഇനി. അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു. അപ്പോൾ ഹിബിനോ കാഫ്ക, ടൈം 6:39. എസ്റ്റിമേറ്റഡ് കോമ്പാറ്റ് പവർ 1%. അത് കണ്ടോ കിക്കറ്? ആ 0 ഞാൻ 1 മാറ്റിയത് കണ്ടാ? അവൻ അവളെ അവിടെ ഇട്ടെല്ലാം ഓടിച്ചു. അപ്പോൾ ഹോഷിന കാഫ്കയെ വിളിച്ചു. ഇങ്ങനെ പോയാൽ നീ ഒരു ഫുൾ ഓഫീസർ ആവില്ല. നിന്നെ 3 മാസത്തിനുള്ളിൽ ഫയർ ചെയ്തിരിക്കും. പകച്ചു പോയി കാഫ്ക. ഓക്കെ, നിങ്ങളെല്ലാം 10 റൗണ്ട് ഇതിന് ചുറ്റും ഓടിക്കഴിഞ്ഞാല് ഇന്നത്തെ ട്രെയിനിങ് അവസാനിപ്പിക്കാം എന്ന് ഹോഷിന. ആർക്കും അത് വിശ്വസിക്കാനായില്ല. കംപ്ലൈന്റ് പറഞ്ഞതുകൊണ്ട് 15 ആക്കി. പെട്ടെന്നാവട്ടെ. പുതിയ റിക്രൂട്ട്സിന്റെ ഇടയിൽ ഇപ്പോൾ തന്നെ മത്സരം ആരംഭിച്ചിരിക്കുന്നു അല്ലേ? ഓക്കനോക്കി പറഞ്ഞു. തോന്നുന്നത് ഞാൻ ഇവിടെ ഇല്ലേലും അവര് പരസ്പരം മത്സരിച്ച് ബെറ്റർ ആയിക്കോളുമെന്നാണ് എന്ന് ഹോഷിന. ശേഷം ബാത്ത് ഹൗസിൽ. അയ്യോ മടുത്തല്ലോ, എന്തോരം നേരമായിട്ട് ഓടിച്ചേ. കാഫ്ക ആകപ്പാടെ മടുത്തു പോയിരുന്നു. കുറച്ച് മസിലൊക്കെ വെക്കണം കേട്ടോ റെനോ എന്ന് ഇഹാറു. അതിന് നമ്മുടെ രണ്ടിന്റെ ശരീരം ഒരുപോലെ തന്നെയല്ലേ? നമ്മുടെ ഫിറ്റ്നസ് സ്കോറും ഏകദേശം സെയിം ആണ് എന്ന് റെനോ. ഒന്ന് പോടേ, നീ ഈ ബൈസപ്പൊക്കെ കണ്ടീനാ? ചുമ്മാ ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഹാരുവിച്ചു. അപ്പോ കാഫ്ക പയ്യെ എണീറ്റു. ചുമ്മാ ചിലക്കാതട പിള്ളാരെ, ഈ ചേട്ടായുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മസില് കാണ്.
കാഫ്ക അവർക്കെല്ലാം മസിൽ കാണിച്ചു കൊടുത്തു. ഓ നല്ല ബോഡി ഉണ്ടല്ലോ എന്ന് ഇഹാറു. അപ്പൊ കാഫ്ക കാറ്റ് വിട്ടു, വയറ് ചാടി. ഇഹാറു നിന്ന് പൊട്ടിച്ചിരിച്ചു. നീ എന്നതിനാ ഗണിക്കുന്നേ? ഒരു 28 വയസ്സ് കഴിയുമ്പോൾ നിനക്കും വരും. ഞാനിത് ബൾക്കിങ്ങിന് വേണ്ടി മനഃപൂർവ്വം വെച്ച വയറാ. അതുപോട്ടെ, ധൈര്യമുണ്ട നീ ഒന്ന് പഞ്ചുപിടുത്തത്തിന് വാ. അപ്പോൾ അവോയി തന്റെ അന്യായ റെഡ് ബോഡിയുമായി അങ്ങോട്ട് കയറി വന്നു. അത് കണ്ട് അവര് മൂന്നും ഞെട്ടി വെള്ളത്തിൽ ചാടി ഒളിച്ചു. കിക്കറും ഫ്രണ്ട്സും റെസ്റ്റ് റൂമിലേക്ക് വന്നപ്പോൾ അവിടെ മീന ഉണ്ടായിരുന്നു. അവര് മീനയെ കണ്ടെന്ന് വിരണ്ടുപോയി. ഇപ്പോൾ എങ്ങനെയുണ്ട് നിനക്ക്? മീന ചോദിച്ചു. കുഴപ്പമില്ല അരികാത്തോ. കിക്കറു അത്ഭുതത്തോടെ മീനയെ ഒന്ന് നോക്കി. ഇവർക്ക് അത്യാവശ്യത്തിന് വേണ്ടത്ര മാത്രം മസിലുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം ഇവരുടെ കോമ്പാറ്റ് പവർ എക്സ്പ്ലെയിൻ ചെയ്യാനാവില്ല. കിക്കറു ആലോചിച്ചു. എന്താ? കിക്കറുവിന്റെ നോട്ടം കണ്ട് മീന ചോദിച്ചു. അയ്യോ സോറി, ഈ മസില് അല്ല, എന്ത് ട്രെയിനിങ്ങാ ചെയ്യുന്നതെന്ന് ചിന്തിക്കുമായിരുന്നു. നീ എന്റെ അടുത്ത് വന്ന് നിൽക്കേ, ഞാൻ ബേസിക്സ് കാണിച്ചു തരാം, മീന പെട്ടെന്ന് പറഞ്ഞു. ഇവിടെ വെച്ചോ? അപ്പൊ ബോയ്സിന്റെ ബാത്ത് ഹൗസിൽ. എന്തുകൊണ്ടാ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്? ഇഹാറു എല്ലാവരോടും ചോദിച്ചു. ബാക്കിയുള്ളവരുടെ കാര്യം അറിയണമെങ്കിൽ നീ ആദ്യം സ്വന്തം കാര്യം പറഞ്ഞു തുടങ്ങുന്ന ഹാറുയിച്ച് പറഞ്ഞു. എന്റെ കാര്യമോ? തീർച്ചയായും ക്യാപ്റ്റൻ അഷിറോ. ഇഹാറു മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവനെ ഒരു മോൺസ്റ്റർ അറ്റാക്കിൽ നിന്നും മീനയായിരുന്നു രക്ഷിച്ചത്. അതുകൊണ്ട് അവളെപ്പോലെ ആകാനാണ് ജോയിൻ ചെയ്തതെന്ന് ഇഹാറു പറഞ്ഞു. എന്റേത് ഫാമിലിയുടെ ഇൻഫ്ലുവൻസും പിന്നെ നീ പറഞ്ഞതുകൊണ്ടെന്ന് ഹാറുയിച്ചിയും പറഞ്ഞു. എനിക്കും അതുപോലെ തന്നെയാണെന്ന് ആവോയും. അതുപോലെ പലർക്കും ഡിഫൻസ് ഫോഴ്സിൽ ചേരാൻ പ്രചോദനമായത് മീനയായിരുന്നു. അപ്പോ നിങ്ങളുടെ കഥ എന്റെ മൂത്താപ്പ? ഇഹാറു കാഫ്കയോട് ചോദിച്ചു. അത് പിന്നെ അവർക്കാർക്കും കേട്ടത് വിശ്വസിക്കാനായില്ല. എന്തുവാ? ക്യാപ്റ്റൻ ആഷിറോ ബാല്യകാല സുഹൃത്താണെന്നും? നിങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പോൾ ഡിഫൻസ് ഫോഴ്സിൽ ചേരാൻ പ്രോമിസ് ചെയ്തത്? ഇഹാറു പയ്യെ തകരാൻ തുടങ്ങി. കാഫ്ക നൈസായിട്ട് സ്കൂട്ടാകാൻ നോക്കി. എന്നാൽ നിക്ക്, ബാക്കി കഥ കൂടി പറഞ്ഞിട്ട് പോയാ മതി. അവന്മാര് ഭീഷണിപ്പെടുത്തി. പാവം കാഫ്ക അവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചു. പിറ്റേന്ന് ട്രെയിനിങ്. അവരെല്ലാം നല്ലപോലെ ട്രെയിൻ ചെയ്തു, സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്തു, ട്രെയിനിങ് സമയം നല്ലതുപോലെ ചെലവഴിച്ചു. എല്ലാവരും പരസ്പരം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. കാഫ്ക തന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാഫ്കയ്ക്ക് സപ്പോർട്ടായി എല്ലാവരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ബാക്കി എല്ലാവരും ഉറങ്ങിയപ്പോഴും കാഫ്ക രാത്രിയിലും ഇരുന്ന് പഠിച്ചു. എനിക്കധികം സമയമില്ല, എല്ലാവരെക്കാളും 2 ഇരട്ടി ഞാൻ കഷ്ടപ്പെടണം. ആഹാ കൊള്ളാമല്ലോ. അവിടേക്ക് വന്ന ഹോഷിനെ പറഞ്ഞു. കാഫ്കയൊന്ന് ഞെട്ടി. ഉറങ്ങുന്നത് നല്ലതാണ് കേട്ടോ. കാഫ്ക ഒന്ന് മ്ലാനമായിട്ട് പറഞ്ഞു. എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം. ക്യാപ്റ്റൻ ആഷിറോയ്ക്ക് വേണ്ടിയാണോ? അതെങ്ങനെ അറിഞ്ഞു? കുളിമുറിയിൽ വെച്ച് എല്ലാവരോടും പറഞ്ഞതല്ലേ? ഈ ഹോസ്റ്റലിൽ വെച്ച് എന്തു തന്നെ പറഞ്ഞാലും റെക്കോർഡ് ചെയ്യപ്പെടുമെന്ന് കരുതിക്കോ. അവളുടെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാ എന്ന് കാഫ്ക പറഞ്ഞു. ഓ, അപ്പോ നീ എന്റെ വൈസ് ക്യാപ്റ്റൻ പദവി തട്ടിയെടുക്കുമെന്നാണോ പറയുന്നത്? അയ്യോ അങ്ങനെയല്ല. അല്ല, അങ്ങനെ തന്നെയാണ്. അത് നടക്കാനായി പറ്റുന്നത്ര ഞാൻ പരിശ്രമിക്കും, കാഫ്ക ഉറപ്പിച്ചു പറഞ്ഞു. ഓഷനയ്ക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടി. ശരി, നിനക്കിനി 2 മണിക്കൂർ കൂടിയുണ്ട്. പോകുമ്പോ ഇതെല്ലാം ബോട്ടിയിട്ട് പോണം. ക്യാപ്റ്റൻ അഷൂറോടെ അടുത്തുള്ള എന്റെ സ്ഥാനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഓഷന കാര്യമായി തന്നെ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള നിന്റെ സഹപ്രവർത്തകരുമായി ഒത്തിരി അടുക്കേണ്ട. ഈ ജോലിയിൽ ആർക്ക് വേണമെങ്കിലും ഏത് നിമിഷവും എന്തും സംഭവിച്ചേക്കാം. പെട്ടെന്ന് അവിടെ അലാറം മുഴങ്ങി. എല്ലാവരും എണീക്കാൻ തുടങ്ങി. ട്രെയിനിങ് ഡ്രില്ലാണോ? ഞാൻ പറഞ്ഞത് കണ്ടോ? വാ പോകാം, നിന്റെ ആദ്യത്തെ മിഷന് സമയമായി.